പിന്നെ ഞാൻ കുണിയിൽ പോയപ്പോൾ ആ സ്ഥാപനം കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി. ഇങ്ങനത്തെ ഒരു സ്ഥാപനം, ഒരു കോളേജ് കാര്യമൊന്നും നമ്മുടെ കേരളത്തിലില്ല. കർണാടകയിലൊക്കെ പല ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അത് ഹൈവേയിൽ തന്നെയാണ്. ഒരു ഭാഗം കാസർഗോഡും അത് ഒരു ഭാഗം കാനങ്ങാടിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ 2-3 പഞ്ചായത്തിൻ്റെ ഇടയിലാണ് അത് നിൽക്കുന്നത്. അപ്പം അവിടെ ക്യാമ്പിന് മാത്രം അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ജർമ്മൻ സിസ്റ്റത്തിലുള്ള നമ്മളൊക്കെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടാവില്ല എക്സിബിഷനും മറ്റുമൊക്കെ, അതിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ടെന്റ്, അതുപോലത്തെ ഒരു 10 ടെന്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ടെന്റിൽ തന്നെ ഒരു 10,000-2,000 ആളുകൾക്ക് നിൽക്കാൻ പറ്റും. എത്ര വെയിലുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ നിന്നാൽ തണുപ്പാണ്. അങ്ങനെയുള്ള 10 ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് അത് സെറ്റാക്കിയിട്ടുള്ളത്. പിന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ നമ്മളെല്ലാവരും ക്യാമ്പിലേക്ക് രജിസ്റ്റർ ചെയ്തു 100 രൂപ കൊടുത്ത്. അതുപോലെ തന്നെ QR കോഡ് വെച്ച് നമുക്ക് സീറ്റ് സ്ലോട്ട് കിട്ടുന്നതാണ്. അപ്പം അതിലൊക്കെ 35,000-33,000-ഓളം ഈ ക്യാമ്പിലുള്ള സീറ്റാണുള്ളത്, ആളുകൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ വളരെ ഏറ്റവും സൗകര്യമുള്ള രീതിയിലാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ക്യാമ്പുകൾ, കാര്യങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു 5 ഏക്കർ സ്ഥലം മാറ്റിവെച്ച് അവിടെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ആംബുലൻസ്, രോഗികളായിട്ടുള്ള ആളുകളെ ശുശ്രൂഷിക്കാനുള്ള, അവർക്കുള്ള ഹോസ്പിറ്റലൈസ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാഷ്വാലിറ്റി രീതിയിലുള്ള ചെറിയൊരു സൗകര്യം അവിടെ ഉണ്ട്. ഇത് അതുപോലെ തന്നെ റോഡും കാര്യം ബ്ലോക്ക് ചെയ്യാതിരിക്കാനും, അതുപോലെ തന്നെ VIP-കൾക്ക് വരാനുള്ള, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മളെ സമസ്തൻ്റെ പരിപാടികളിൽ നമ്മൾ കാണാത്ത, നമ്മൾ കാര്യമായിട്ട് കണ്ടിട്ടുള്ളത് കോഴിക്കോട് ഉള്ള നമ്മുടെ പൊതുപരിപാടി, ആ കോഴിക്കോട് ബീച്ചിലുള്ള പരിപാടികളായിരിക്കും. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവുക പട്ടിക്കാട് ജാമ്യയിലുള്ള പരിപാടികളായിരിക്കും. കോഴിക്കോടൊക്കെ നമ്മൾ എത്തുമ്പോൾ തന്നെ പരിപാടി തീരുന്നുണ്ടാവും. കാരണം ബ്ലോക്ക് വണ്ടികളൊക്കെ നിർത്തി സ്റ്റേജിൻ്റെ അവിടെ എത്തുമ്പോഴത്തിന് പരിപാടി തീർന്നുണ്ടാവും. കുറേ ആൾക്കാർ വരുന്നതും പോകുന്നതും കാണാം. ഇതങ്ങനെയല്ല. ഇത് എത്ര ആളുകൾ വന്നാലും എല്ലാവർക്കും ഇരിക്കുവാനും, അതുപോലെ തന്നെ ഒരു ബ്ലോക്കൊന്നും ഇല്ലാത്ത രീതിയിൽ അതിന്, കാരണം നമ്മളവിടെ പോയാൽ നമുക്ക് അത്ഭുതം, അവിടെ വന്ന് അത് കാണാം. അപ്പോൾ അത് ഞാനായിട്ട് പറഞ്ഞിട്ട് ആ ഒരു ഇത് ഇല്ലാതാക്കുന്നില്ല. നിങ്ങൾ അവിടെ ചെന്നെത്തുമ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു വേറെ ലോകമായിരിക്കും. അത് ഉറപ്പു തരാൻ പറ്റും. അപ്പം ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരിൽ ഒരു നേതാവാണ് ഹമീദ് ഫൈസി ഉസ്താദ്. അങ്ങനെ കുറേ ആളുകൾ ഇതിനു വേണ്ടിയിട്ട് രാവും പകലും പ്രവർത്തിക്കുന്നുണ്ട്. വലിയ ചിലവാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ദഹിയ ഫണ്ട് അതിനെ ഉപയോഗിച്ച് എന്തിനാണ് ഇത്രയും പൈസകൾ എടുത്തത്, കളക്ട് ചെയ്തത് എന്നുള്ളതൊക്കെ. അതൊക്കെ ആ ഒരു 4 ദിവസം കൊണ്ട് ആ ചോദിച്ച ആളുകളുടെയൊക്കെ മനസ്സൊക്കെ മാറും. അപ്പം ഇത് ഒരു വലിയ പരിപാടിയാക്കിയിട്ട് മാത്രമുള്ള ഒരു സംഭവമല്ല. പുതിയ തലമുറയൊക്കെ കാണുമ്പോൾ തന്നെ അതിൽ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മണ്ണൊരുക്കി തരുമാറാകട്ടെ. അതുപോലെ ആ കൂട്ടായ്മ, അത് അതിൻ്റെ സൗകര്യങ്ങൾ കാണാനും അവിടുത്തെ അത്ഭുതങ്ങൾ കാണാനും മാത്രമല്ല അവിടെ പോകുന്നത്, മഹാന്മാരായിട്ടുള്ള അള്ളാഹുവിനോടൊക്കെ ഏറ്റവും അടുത്തിട്ടുള്ള മുഷാവറ പണ്ഡിതന്മാരെ ഒരുമിച്ച് കാണാനും. കുറേ പണ്ഡിതന്മാരെ കാണും, മുഷാവറിൻ്റെ പണ്ഡിതന്മാരല്ലാതെയും ഉള്ള കുറേ പണ്ഡിതന്മാർ. അപ്പം അവരൊക്കെ കൂടെ ആ ദുആയിലും മജ്ലിസിലും എല്ലാത്തിലും പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അവിടുന്ന് നമുക്ക് ഉത്തരം കിട്ടില്ലെങ്കിൽ പിന്നെ അവിടുന്ന് ഉത്തരം കിട്ടില്ല. അങ്ങനെയുള്ള സദസ്സുകളാണ് അവിടെ സാന്നിധ്യമാവാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മളെല്ലാവരും നിയത്ത് വെച്ച് അതിന് തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു ലഭ്യമാക്കി തരുമാറാകട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികളടക്കം ആ ഒരു 3-4 ദിവസം അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുകയാണ്. മാതാപിതാക്കളോടൊക്കെ നമ്മുടെ നമ്മളെക്കാളും കൂടുതൽ നിർബന്ധം നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ അവരെ വരെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം മദ്രസയിലുള്ള ഉസ്താദുമാരും മാതാപിതാക്കളൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ആ ഒരു വലിയ പരിപാടിയിൽ പങ്കെടുക്കുവാൻ, അതിൻ്റെ സുന്നത്ത് കരസ്ഥമാക്കാനൊക്കെ സാധിക്കുമാറാകട്ടെ. അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ.
അനേക ആളുകൾ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കുറേ ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും ദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സയ്യിദുൽ ഉലമ ജഫ്രി തങ്ങൾ നമുക്കറിയാലോ, മൂപ്പര് ഇതിൻ്റെ നമ്മുടെ സമ്മേളനത്തിൻ്റെ എല്ലാ പരിപാടികളും വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തീരെ റെസ്റ്റും കാര്യമൊന്നുമില്ല. അതുപോലെ കുറേ നമ്മുടെ മുശാവറയിലെ ഉസ്താദുമാരും മറ്റു നേതാക്കന്മാരെല്ലാവരും കഴിഞ്ഞ 2-3 മാസമായിട്ട് ഇതിൻ്റെ പിറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊണും ഉറക്കമൊന്നുമില്ലാതെ ഇത് മാത്രം മനസ്സിലുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ആരോഗ്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല ആരോഗ്യവും ആയുരാരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ കുറേ പണ്ഡിതന്മാർ, കുറേ ഉലമാക്കൾ, ഉമറാക്കളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്ര അസുഖം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും അവിടെ എത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പം അത് കഴിഞ്ഞിട്ട് മരിച്ചാൽ മതി, അതുവരെ ആ ഒരു ദിവസം വരെ ആയുസ് കിട്ടണമെന്ന് ഒക്കെ പ്രാർത്ഥിക്കുന്ന എത്രയോ ആ പണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെ അവിടെ പങ്കെടുക്കാനുള്ള അവരുടെ ആ വലിയ ഭാഗ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമുക്കറിയാം, രോഗികളായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും, വീൽ ചെയറിലും അതുപോലെ തന്നെ മറ്റുമൊക്കെ അങ്ങനെയുള്ള ഇതിൽ അവസ്ഥയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അവിടെ വരും. ഇൻഷാ അല്ലാഹ് അതൊരു വലിയ സംഭവമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ വിജയിപ്പിച്ച് തരുമാറാകട്ടെ. അതിൻ്റെ കൂടെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കൗമ് എല്ലാവരും ആ ഒരു ഐക്യവും അതുപോലെ തന്നെ ആ സമാധാനമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരട്ടെ. അടുത്ത തലമുറക്ക് നമ്മുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ, സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതിലൊക്കെ അടിയുറച്ച് നിന്ന്, ആദർശത്തിലൊക്കെ അടിയുറച്ച് നിന്ന് നല്ല പ്രവർത്തനങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ പരിപാടി എൻ്റെ സംഘാടകർ, പ്രത്യേകം മുനീർ, ഇതിൻ്റെ വർക്കിംഗ് സെക്രട്ടറി, അവരുടെ ഉപ്പ മുനീർ, അദ്ദേഹം മരണപ്പെട്ടത് വരെ നമുക്കെല്ലാവർക്കും അറിയാം. പൊള്ളലേറ്റിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ, ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഷഅബാൻ 2 ആയിരുന്നു മർഹൂം ഹൈദൽ ശിഹാബ് തങ്ങൾ മരണപ്പെട്ടത്. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യുക. അതുപോലെ തന്നെ മർഹൂം മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥന ചെയ്യുക. ഈ മാസം നമ്മൾ റമദാൻ മാസത്തിലേക്ക് കടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മാസം. അപ്പോൾ നമ്മൾ നനച്ചുകുളി, വീട് ക്ലീനിങ് ഒക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കലും ഹൃദയത്തിലുള്ള ടോക്സിക്സ് ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു മാസം നമുക്ക് വളരെ റാഹത്തായിട്ട് നോമ്പെടുക്കാനും ഇബാദത്ത് എടുക്കുവാനും നമ്മുടെ ചിന്തയിലും എല്ലാത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റം ഉണ്ടാക്കിയെടുക്കുമാറാകട്ടെ. നമുക്ക് റാഹത്തായിട്ട് നമ്മുടെ കുടുംബത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിയാൻ സാധിക്കുമാറാകട്ടെ. രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹലിലൊക്കെ മരണപ്പെട്ട ആളുകളുണ്ട്, അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് യുവാക്കളുണ്ട്, അതുപോലെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ജോലിയിലൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തീർക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ് ലഭ്യമാക്കി തരുമാറാകട്ടെ. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം അല്ലാഹുവിൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.